റോഡ്രി റിയൽ മാഡ്രിഡിലേക്ക് അടുക്കുന്നു. റോഡ്രിയുടെ ആ ഒരു സൈനിങ് ഈ സീസണിൽ തന്നെ നടക്കാൻ പോവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ശക്തമായ ന്യൂസുകൾ തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് റോഡ്രിയുമായി ബന്ധപ്പെട്ട്. ഇപ്പം നിലവിൽ റോഡ്രി വേൾഡ് ചാമ്പ്യൻ ആണ്. ഫുട്ബോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളി ബാൾഡിയോർ, UCL, വേൾഡ് കപ്പ് അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം നേടിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ റോഡ്രിയുടെ മാൻ സിറ്റിയുമായിട്ടുള്ള കോൺട്രാക്ട് നെക്സ്റ്റ് സീസണിൽ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ മാൻ സിറ്റി ആണെങ്കിൽ അവരുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓഫറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ബട്ട് എല്ലാവർക്കും അറിയാം റോഡ്രിക്ക് ഫുള്ളി റയൽ മാഡ്രിഡിലേക്ക് വരാനാണ് താല്പര്യം. റോഡ്രി തന്നെ വലിയ രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട് പുള്ളിക്ക് റയൽ മാഡ്രിഡിലേക്ക് വരാൻ വേണ്ടി തന്നെ. ആ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഫ്ലോറന്റീനോ പെരസ് നെക്സ്റ്റ് സീസണിൽ ഒരു ഫ്രീ ഏജന്റ് ആയിട്ട് ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തുന്നത്. ബട്ട് ഇപ്പോഴത്തെ പുള്ളിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു ചെറിയ രീതിയിലുള്ള റൂമറൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ബാഴ്സലോണക്കും പുള്ളിയെ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ ഈ വേൾഡ് കപ്പ് ഒക്കെ അടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തായാലും സീസണിൽ എങ്ങനെയും സൈൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പുള്ളിയെ മറ്റുള്ളവർ കൊത്തിക്കൊണ്ടാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. റയൽ മാഡ്രിഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. പുള്ളി അത്രയും ആഗ്രഹിക്കുന്ന ഒരു ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. റയൽ മാഡ്രിഡിലേക്ക് വരാനാണ് താല്പര്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാം പുള്ളിക്ക്. അതുപോലെ ഇപ്പോൾ ഫൈനലി അങ്ങനെ ജോസെ മൗറിനെയും ഡയറക്ടലി ഇൻഫോം ചെയ്തിട്ടുണ്ട് റോഡ്രിയെ സൈൻ ചെയ്യാൻ വേണ്ടി റോഡ്രിയെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ. അതുപോലെ റോഡ്രിയുടെ ഏജന്റുമായിട്ട് ഡയറക്ട് ടോക്സും കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ തുടങ്ങിയാണ് അങ്ങനെ ഫ്ലോറന്റീനോ പെരസ്. അപ്പോൾ ഈ ഒരു ഡീല് നടക്കാൻ പോവുകയാണ്. എന്തായാലും 100% ഈ ഒരു ട്രാൻസ്ഫർ ഈ സീസണിൽ തന്നെ നടക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ റോഡ്രി വന്നാൽ എന്തായാലും റയൽ മാഡ്രിഡിന് ആ മിഡ്ഫീൽഡ് ഒരു ബാലൻസ് കിട്ടും. ഷൗമനി, റോഡ്രി, ബെല്ലിംഗാം എന്നുള്ളൊരു ആ ഒരു മിഡ്ഫീൽഡ് എന്തായാലും വേൾഡ് ക്ലാസ് തന്നെ ആയിരിക്കും. അതുപോലെ മറ്റൊരു ന്യൂസ് എന്താ വെച്ചാൽ ഡിഫൻഡർ ആയ റൗൾ അസെൻസിയോ എന്തായാലും മൗറിനോയുടെ പ്ലാനിലില്ല എന്നുള്ളത് മൗറിനോ ഡയറക്ടർ ആയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൗൾ അസെൻസിയോ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.